കഴിഞ്ഞ 10 വർഷം LDFിൻ്റെ ഭരണകാലമായിരുന്നു. ആ കാലത്തെ കഠിനമായി വിമർശിച്ച, നിശിതമായി വിമർശിച്ച UDF കേരള വികസനത്തിന് ഒരു ബദൽ ബഡ്ജറ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിന്റെ ധനപ്രതിസന്ധിയെ, സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുന്ന ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കും എന്നായിരുന്നു കേരളത്തിന്റെ പ്രതീക്ഷ. മുഖ്യമന്ത്രി വി ഡി സതീശൻ മുൻപ് പറഞ്ഞിരുന്നത് കേരളം നേരിടുന്ന പ്രതിസന്ധികൾക്കൊക്കെ മറുമരുന്ന് UDFിന്റെ കയ്യിൽ ഉണ്ട് എന്നാണ്. ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം അതിന് ശക്തമായ വിമർശനങ്ങൾ അതിനെതിരായി ഉയർന്നു വന്നിട്ടുണ്ട്. അതേസമയം അത് പുരോഗമനപരമായ ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നു എന്ന അഭിപ്രായവും നിലവിലുണ്ട്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുൻ ഫാക്കൽറ്റി അംഗം ഡോക്ടർ ജോസ് സെബാസ്റ്റ്യനാണ്. അദ്ദേഹം കേരളത്തിന്റെ ബഡ്ജറ്റിനെ കുറിച്ച് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ബഡ്ജറ്റ് അവലോകനം നടത്തുന്നുണ്ട്. ഈ വർഷത്തെ UDFിന്റെ ബഡ്ജറ്റിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം നമ്മളോട് കേരളീയത്തോട് സംസാരിക്കുകയാണ്. കേരളം നേരിടുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ സർക്കാരിന്റെ ഈ ബഡ്ജറ്റിന് കഴിയുമോ? അതല്ല, കേരളം നേരിടുന്ന പ്രതിസന്ധി അതേ രൂപത്തിൽ തന്നെ തുടരുമെന്നാണോ സാറിന്റെ അഭിപ്രായം? ഈ ബഡ്ജറ്റിൽ കേരളത്തിന് എന്തൊക്കെ നൽകുന്നുണ്ട്, എന്തൊക്കെ വാഗ്ദാനം നൽകുന്നുണ്ട്, എന്തൊക്കെ നടപ്പാക്കാൻ കഴിയും? സാറിന്റെ വിലയിരുത്തൽ എന്താണ്? ശ്രീ വി ഡി സതീശൻ്റെ ബജറ്റ് പ്രഖ്യാപനങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തെ ഒരു മുൻനിര സംസ്ഥാനമായി മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതിനുവേണ്ടി സ്വകാര്യ മൂലധനത്തെ വൻതോതിൽ ആകർഷിക്കാൻ കഴിയും എന്നുള്ള പ്രത്യാശ ആണ് ഈ ബജറ്റ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അതിനുള്ള വസ്തുനിഷ്ഠ സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിന് വലിയ നീതീകരണമൊന്നും ഇല്ല എന്ന് കാണാൻ കഴിയും. നമുക്ക് നമ്മുടെ സ്വകാര്യ മൂലധനത്തെക്കുറിച്ച് ചിന്തിക്കാം. സ്വകാര്യ മൂലധനത്തിനായി ഓരോ സംസ്ഥാനവും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. വ്യാവസായിക മുതൽ മുടക്കിൻ്റെ കാര്യത്തിൽ, അതായത് ഉൽപ്പാദന വ്യാവസായിക മൂലധനത്തിൻ്റെ കാര്യത്തിൽ തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളോട് ഒരു തരത്തിലും കേരളത്തിൽ മത്സരിക്കാനാവില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് ഭൂമി ലഭ്യത ഒരു വലിയ പ്രശ്നമാണ്. ഭൂമിയുടെ വില കൂടുതൽ, അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻ്റൽ പ്രശ്നങ്ങൾ, പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ വൻകിട വ്യവസായങ്ങൾക്ക് കേരളത്തെ ഒട്ടും തന്നെ അനുകൂലമല്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ ശ്രീ വി ഡി സതീശൻ്റെ ആ വിഭാവനം എന്ന് പറയുന്നത് വൻതോതിൽ സ്വകാര്യ മൂലധനം വരിക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ്. അവിടെ അദ്ദേഹം ഒരു ഒഴികഴിവ്, ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുള്ളത് നമ്മുടെ ഭൂമിയുടെ വിൽപ്പന, ക്രയവിക്രയങ്ങളിലുണ്ടാകുന്ന ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് എളുപ്പമാക്കുന്ന തരത്തിൽ ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഏകജാലക സംവിധാനം അദ്ദേഹം ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ബജറ്റ് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാർ അങ്ങനെ പറയുമ്പോൾ ഭൂപരിഷ്കരണ നിയമം അത് പൊളിച്ചെഴുതണം എന്നാണ് പറയുന്നത്. പാരിസ്ഥിതിക നിയമങ്ങൾ അതിന് സമാന്തരമായി പൊളിച്ചെഴുതേണ്ടി വരും. നെൽവയൽ തണ്ണീർത്തട നിയമം അതും പൊളിച്ചെഴുതേണ്ടി വരും. ഇതെല്ലാം പൊളിച്ചെഴുതിയെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് ഈ ബഡ്ജറ്റ് വ്യക്തമാക്കുന്നത്. എന്ന് വെച്ചാൽ തോട്ടം മേഖലയിലെ നിലവിലുള്ള നിയമങ്ങളുടെ നിയന്ത്രണങ്ങളെല്ലാം എടുത്തു കളയേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. അപ്പം ഭൂവുടമസ്ഥതയെ സംബന്ധിച്ച് ഇന്ന് നിലനിൽക്കുന്ന നിയന്ത്രണങ്ങൾ, 15 ഏക്കറെ ഒരു കുടുംബത്തിനെ കൈവശം വെക്കാവൂ, അതടക്കം മാറ്റം വരുത്താൻ പോവുകയാണോ ഗവൺമെന്റ്? അതടക്കം മാറ്റം വരുത്താൻ പോകുന്നു എന്ന് നേരിട്ട് പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം അതുതന്നെയാണ്. അത് കേരളത്തിൻ്റെ കാര്യത്തിൽ അത്ര പെട്ടെന്ന് നടപ്പാകുന്ന കാര്യമല്ല. നമുക്കറിയാം, ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മലയാളികളുടെ മനോഭാവം ഒരു വികാരപരമായ മനോഭാവമാണ്. അപ്പോൾ വൻതോതിൽ സ്വകാര്യ മേഖലയ്ക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ ഇതിനെ മറികടന്നേ മതിയാകൂ.
തോട്ടം മേഖലയുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ ഏകവിളകൾ മാത്രം കൃഷി ചെയ്യുന്ന റബ്ബറാണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ കാപ്പിയാണെന്നുണ്ടെങ്കിലും തേയിലയാണെന്നുണ്ടെങ്കിലും ആ രീതിക്ക് പകരമായി തോട്ടത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗം ടൂറിസം പദ്ധതികൾക്ക് വേണ്ടി അതല്ലെങ്കിൽ മറ്റ് വിളകൾക്ക് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറയുന്നത് കുറേയൊക്കെ പ്രായോഗികമാണ്. കാരണം നമ്മുടെ തോട്ടം മേഖല വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സ്ഥിതിയല്ല നമ്മുടെ ഇടനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, തോട്ടം മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലനാടിലാണല്ലോ. അപ്പം ഇടനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭൂമി എന്ന് പറയുന്നത് ഒരു 100 ഏക്കർ ഭൂമി ഒരിടത്ത് ഒന്നിച്ച് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ്. ഒരുപാട് കുടുംബങ്ങളെ കുടിയൊഴിക്കേണ്ടി വരും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തണ്ണീർത്തടങ്ങളാണ് കേരളത്തിൻ്റെ നമ്മുടെ കാലാവസ്ഥയെ കുറേയെങ്കിലും ഈ രീതിയിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ വൻതോതിൽ ഭൂമി നികത്തി വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി കൈമാറുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ദോഷഫലങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്ന് മാത്രമല്ല, അതിനെതിരായിട്ട് വൻതോതിലുള്ള ജനകീയ പ്രതിഷേധം ഉയരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് ഒരു സ്വപ്ന പദ്ധതിയായിട്ട് മാത്രം കടലാസിൽ അവസാനിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാന പദ്ധതിയായിട്ട് മിഷൻ സമുദ്ര എന്നതാണ്. പോർട്ടുകളുടെ ഒരു നഗരമായി കേരളം മാറാൻ പോകുന്നു. തീരദേശം വലിയ വികസനത്തിന് സാക്ഷിയാവാൻ പോകുന്നു. തീരദേശ ജനതയ്ക്കും അതിന്റെ പങ്കാളിത്തം കിട്ടുമെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? ഇതും പ്രത്യക്ഷത്തിൽ വളരെ ആകർഷകമാണ് എന്ന് തോന്നിപ്പിക്കും. പക്ഷേ അതിൻ്റെ വളരെ വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതെത്രമാത്രം പ്രായോഗികമാണ് എന്നെനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ അദാനി വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി മുന്നോട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായ കണക്കുകൂട്ടലുകളുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഉദാരമായ സാമ്പത്തിക സഹായമുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള എൻവയോൺമെൻറ്റൽ പ്രശ്നങ്ങളടക്കം പരിഹരിക്കുന്ന കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് അദാനിക്ക് അനുകൂലമായിട്ടുള്ള നീക്കങ്ങളുണ്ടായി. അങ്ങനെ പലവിധ സാഹചര്യങ്ങൾ മൂലം വിഴിഞ്ഞം പദ്ധതി മുന്നോട്ട് പോയി. പക്ഷേ നമ്മുടെ വി.ഡി. സതീശൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്: ഈ കേരളം ഒട്ടാകെ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റുക, കേരളത്തിലെ ജല ഗതാഗതം, റോഡ് ഗതാഗതം ഇവയൊക്കെ സംയോജിപ്പിക്കുക, അങ്ങനെ വൻതോതിൽ കയറ്റിറക്ക് എന്നുള്ളതാണ് അദ്ദേഹം വിഭാവനം ചെയ്യുന്ന ആശയം. പക്ഷേ നമുക്ക് പരിശോധിച്ചാൽ അറിയാം, ഗുജറാത്ത് പോലെ പോർട്ട് സിറ്റികൾ, ഇപ്പോൾ കണ്ടല പോർട്ട് എന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ള വലിയ പോർട്ടുകളുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. പക്ഷേ ഗുജറാത്തിന് ഉള്ള അനുകൂല ഘടകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ലഭ്യതയൊരു പ്രശ്നമല്ല, വൻ വ്യവസായങ്ങൾ ഉള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. അപ്പോൾ ഗുജറാത്തിനെ സംബന്ധിച്ച് ഈ പോർട്ടുകളിലൂടെ, തുറമുഖങ്ങളിലൂടെ കൈമാറ്റം ചെയ്യാനുള്ള ഉൽപ്പാദനം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു സ്ഥിതി ഉണ്ടോ? കേരളത്തിൽ വ്യാവസായിക ഉൽപ്പാദനം, കയറ്റുമതി ചെയ്യാവുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കുറേ ഉൽപ്പന്നങ്ങൾ ആ രീതിയിൽ കയറ്റുമതി ചെയ്യത്തക്ക വിധത്തിൽ ഉള്ള ആലോചനകൾ തമിഴ്നാട് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി അവർ തമിഴ്നാട്ടിലുള്ള വിഴിഞ്ഞം തുറമുഖത്തോട് അടുത്ത് കിടക്കുന്ന ഭൂഭാഗങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള പരിപാടികൾ ഒരു മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വ്യാവസായിക മേഖല വളരുകയില്ല, വളരാനുള്ള സാധ്യതകൾ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ആ ബസ് കേരളത്തെ സംബന്ധിച്ച് പുറപ്പെട്ട് കഴിഞ്ഞതാണ്. അതിനി നമുക്ക് ഓടിയെത്തുക എന്ന് പറയുന്നത് കുറേ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. നേരെ മറിച്ച് നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൃഷിയെ കൂടുതൽ നമ്മൾ കാര്യമായി പരിഗണിക്കുകയാണെങ്കിൽ, കാർഷികാധിഷ്ഠിത വ്യവസായങ്ങൾ കേരളത്തിൽ വികസിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ ഇനിയും ആവശ്യമുള്ളവയാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ
അതല്ലെന്നുണ്ടെങ്കിൽ നാച്ചുറൽ റബ്ബർ, പ്രാകൃതിക റബ്ബറിനെ അടിസ്ഥാനമാക്കിയുള്ള വ്യവസായങ്ങൾ, ഇവയ്ക്കൊക്കെ കേരളത്തിൽ വലിയ തോതിൽ അവസരങ്ങളുണ്ട്. പക്ഷേ അത് നമ്മുടെ മുഖ്യമന്ത്രി വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു വലിയ സ്വപ്ന പദ്ധതിയാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ മുമ്പിലുണ്ട്. അദ്ദേഹം അവയൊന്നും കണക്കിലെടുത്തിട്ടില്ല. കേരളത്തിലെ ചരിത്രത്തിൽ തുറമുഖങ്ങൾ വികസിച്ച് വന്ന കാലത്ത് കുരുമുളകിന്റെ കയറ്റുമതി, തേക്കൻതൊലി കയറ്റുമതി, അപ്പോ കൊടുങ്ങല്ലൂരായാലും കോഴിക്കോടായാലും വാസ്കോഡ് ഗാമ വന്നപ്പോഴായാലും കേരളത്തിൽ നിന്ന് വിഭവം കൊണ്ടുപോകാനുണ്ടായിരുന്നു. ഇതിപ്പോ ഈ പോർട്ടുകൾ ഉണ്ടായിട്ട് കേരളത്തിൽ വിഭവം ഇല്ലെങ്കിൽ നമ്മുടെ കണ്ടെയ്നർ കേന്ദ്രം വന്നതുപോലെയാവും. കണ്ടെയ്നർ വ്യവസായം അല്ലെങ്കിൽ അതിന്റെ സാധ്യത പിന്നീട് മുന്നോട്ട് പോകുന്നില്ല. അപ്പം കേരളം മുഴുവൻ പോർട്ടുകൾ ഉണ്ടാകുന്നു, ഇവിടെ നിന്നും കയറ്റുമതി ചെയ്യാനില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സുനിലെ ആ ഒരു പ്രശ്നം ശരിയായ രീതിയിൽ പറഞ്ഞു. അതാണ് കേരളത്തിൻ്റെ പ്രശ്നം. ഉൽപാദന മേഖലയുടെ ഒരു പിന്തുണയില്ലാതെ ഒരു പോർട്ടുകളുടെ മാത്രമുള്ള ഒരു നഗരമായി കേരളത്തെ മാറ്റുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. വേറൊരു കാര്യവുമുണ്ട്. നമ്മുടെ ഈ വിഴിഞ്ഞത്തിൻ്റെ ആ ഒരു പ്രത്യേക അനുകൂല ഘടകങ്ങൾ മൂലമാണ് വിഴിഞ്ഞം ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. ഉദാഹരണമായിട്ട് കപ്പലുകൾക്ക് ഡ്രഡ്ജിങ്ങിൻ്റെ ആവശ്യമില്ലാതെ തന്നെ വളരെ അടുത്ത് വരാൻ കഴിയുന്നു. അങ്ങനെ ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് എന്ന് പറയുന്നത് എളുപ്പമാകുന്ന സാഹചര്യം. പക്ഷേ നമ്മുടെ ബാക്കിയുള്ള പോർട്ടുകളിലൊന്നും ആ രീതിയിലുള്ള അനുകൂല ഘടകങ്ങൾ ഉണ്ടാകുകയില്ല. ഇപ്പോൾ ബേപ്പൂർ പോർട്ടെന്നോ അതല്ലെങ്കിൽ കൊച്ചിൻ പോർട്ട്, ഇവിടങ്ങളിലൊക്കെ ഡ്രഡ്ജിങ് അടക്കമുള്ളതിൻ്റെ കോസ്റ്റ് വളരെയധികം കൂടുതലാണ്. അതേസമയം തന്നെ മറ്റ് സംസ്ഥാനങ്ങളും ഇക്കാര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തമിഴ്നാട് തന്നെ കൂടുതലായിട്ട് ഈ മേഖലയിൽ മുതൽ മുടക്കുന്നുണ്ട്. ഗുജറാത്തിലും വൻതോതിലുള്ള വികസനം നടക്കുന്നുണ്ട്. അപ്പോൾ കേരളം ഈ ഒരു മേഖലയിൽ കടുത്ത മത്സരമാണ് നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമുദ്രത്തെ അടിസ്ഥാനമാക്കിയുള്ള അതല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിലെ തുറമുഖങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വികസന തന്ത്രം എന്ന് പറയുന്നത് അത്രമാത്രം വിശ്വസനീയമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാറും കെ പി കണ്ണനും ഒക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് തനത് വരുമാനം വർദ്ധിപ്പിക്കണമെന്നാണ് അല്ലേ? സംസ്ഥാനത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ, അല്ലെങ്കിൽ ഒരു സുസ്ഥിര വികസനം ഉണ്ടാകൂ എന്നാണ്. ഈ ബഡ്ജറ്റിൽ തനത് വരുമാനത്തെക്കുറിച്ച് എന്താണ് പ്രതീക്ഷ നൽകുന്നത്? തനത് വരുമാനത്തെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയും നൽകുന്നില്ല എന്ന് മാത്രമല്ല, 1 കോടി രൂപയുടെ പോലും അഡീഷണൽ റവന്യൂ, അധിക വിഭവ സമാഹരണത്തിനുള്ള ഒരു നിർദ്ദേശവും നമ്മുടെ ഈ ബഡ്ജറ്റ് മുന്നോട്ട് വയ്ക്കുന്നില്ല. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ധനകാര്യ കമ്മീഷൻ്റെ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് നിർത്തലാക്കിയതോടുകൂടി അതുപോലെ തന്നെ മറ്റ് ഗ്രാൻറ്റുകളും നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പം 20,500 കോടിയുടെ കുറവാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ആ കുറവ് പരിഹരിക്കാൻ ഉള്ള മാർഗം 20,000 കോടി അല്ലെങ്കിൽ 10,000 കോടി രൂപയുടെയെങ്കിലും വിഭവങ്ങൾ സ്വന്തം ഈ കേരളത്തിൻ്റേതായ വരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമമല്ലായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി നടത്തേണ്ടത്. അദ്ദേഹം ചെയ്തതെന്താണ്? ഒരു തരത്തിലുള്ള വിഭവ സമാഹരണ ശ്രമങ്ങളുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ ഇതാണ്, നമ്മുടെ നികുതി വ്യവസ്ഥ കുറേ ലളിതമാക്കുന്ന കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് പഴയ നികുതിയിലുള്ള കുടിശ്ശികകളൊക്കെ പിരിച്ചെടുക്കാം. അതിനുവേണ്ടി അദ്ദേഹം ഒരു ആംനസ്റ്റി സ്കീം, ഒറ്റത്തവണ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോട്ടോർ വാഹനങ്ങളുടെ നികുതികൾ കുറച്ചിട്ടുണ്ട്. അതുമൂലം കൂടുതൽ മോട്ടോർ വാഹനങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യും. ഇങ്ങനെയൊക്കെ കൂടെ ഉള്ള വർധനവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാൽ പോലും അത് ഏറ്റവും കൂടിയത് 1000 കോടിയിൽ കൂടാൻ പോകുന്നില്ല. 1000 കോടിയിൽ കൂടുതലായിട്ട് ഒരു വരുമാനം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അദ്ദേഹം നമ്മുടെ കേരള സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം ഇതാണ്. അതായത് വിഭവ സമാഹരണത്തിന് ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അതിനു വേണ്ടി ശ്രമിക്കേണ്ട.
കൂടുതൽ സ്വകാര്യ മൂലധനം വരുന്നതോടുകൂടി സമ്പദ് വ്യവസ്ഥ വികസിക്കും. സമ്പദ് വ്യവസ്ഥ വികസിച്ചു കഴിഞ്ഞാൽ നികുതി വരുമാനം താനേ വന്നുകൊള്ളും എന്നുള്ള ഒരു അയഥാർത്ഥമായ ശുഭപ്രതീക്ഷയാണ് അദ്ദേഹത്തിന് ഇക്കാര്യത്തിലുള്ളത്. പക്ഷേ നമുക്കറിയാം, പ്രൊഫസർ കെ പി കണ്ണൻ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, കേരളം ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള സമയത്ത് പോലും കേരളത്തിൻ്റെ ടാക്സ് GSDP റേഷ്യോ വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ നികുതികൾ കുറേ കാലത്തേക്ക് കാര്യക്ഷമമായി പിരിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു ദിവസം നികുതികൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആ മനോഭാവം നെഗറ്റീവാണ്. അതായത് സമൂഹം കുറഞ്ഞ ഒരു നികുതി ഭാരവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതുമായിട്ട് തഴക്കമായി കഴിഞ്ഞാൽ ഒരു ഭരണാധികാരിക്കും പെട്ടെന്നൊരു ദിവസം നികുതി നിരക്കുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെയും നമ്മുടെ VD സതീശനെ സംബന്ധിച്ചിടത്തോളം ചില അനുകൂലമായ മേഖലകളുണ്ട്. ഞാനത് പലയിടത്തും ചൂണ്ടിക്കാണിച്ചതാണ്. കണ്ണൻ സാർ പറഞ്ഞതുപോലെ സ്വർണ്ണ വ്യാപാര മേഖല, പിന്നെ നമ്മുടെ ഉപഭോഗ മേഖലയിൽ വലിയ തോതിൽ വിൽപ്പന നടക്കുന്നുണ്ട്. ഏറ്റവും പുതിയ ഉപകരണങ്ങൾ കേരളത്തിൽ വലിയ തോതിൽ വിൽപ്പന നടക്കുന്നുണ്ട്. ഉപഭോഗത്തിൽ കേരളത്തിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. പക്ഷെ അതിനനുസരിച്ച് ഒരു 87 ശേഷം അതിനനുസരിച്ച് കേരളത്തിൽ നികുതി വരുമാനം ഉണ്ടായിട്ടില്ല. അപ്പൊ നികുതി വെട്ടിപ്പ് വലിയ തോതിൽ നടക്കുന്നു. കണ്ണൻ സാർ പറഞ്ഞത് ഒരു സോഫ്റ്റ്വെയർ ഈ കേന്ദ്രങ്ങളിൽ വലിയ ഇത്ര തുകയ്ക്ക് മേളിലുള്ള സ്ഥാപനങ്ങളിൽ സർക്കാർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ധനകാര്യ വകുപ്പ് കൃത്യമായി ഒരു തീരുമാനമെടുത്താൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ കേരളത്തിന്റെ നികുതി വരുമാനത്തിന്റെ പ്രശ്നം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സാധ്യമാണോ? അതായത് കേരളം ദരിദ്രമായിരുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇതിൽ കൂടുതൽ വിഭവങ്ങൾ കേരളം സമാഹരിച്ചിരുന്നു. 1972-73 ഉപഭോഗത്തിൽ കേരളത്തിന് ഇന്ത്യയിലെ പ്രധാന സംസ്ഥാനങ്ങളിൽ 8-ാം സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. 8-ാം സ്ഥാനം. കേരളം ഏറെ ദരിദ്രമായിരുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ നമ്മൾ അന്നത്തെ ഡേറ്റകൾ പരിശോധിക്കുകയാണെങ്കിൽ, അതായത് 1957-58 മുതൽ 66-67 വരെയുള്ള 10 വർഷം എടുക്കുകയാണെങ്കിൽ, അതായത് കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ 10 വർഷം എടുക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ആകെ സമാഹരിച്ച തനത് വരുമാനത്തിൽ കേരളത്തിന് 4.45% ഓഹരി ഉണ്ടായിരുന്നു. അതായത് കേരളം 4.45% വരുന്ന തനത് ഇന്ത്യയിലെ ആകമാനമുള്ള സംസ്ഥാനങ്ങൾ സമാഹരിച്ച തനത് വരുമാനത്തിൽ കേരളത്തിൻ്റെ ഓഹരി അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗൾഫ് പണത്തിൻ്റെ വരവോടുകൂടി കേരളത്തിലെ ഉപഭോഗം അതിഭയങ്കരമായി വർദ്ധിച്ചു. 1972-73 8-ാം സ്ഥാനത്തായിരുന്ന നമ്മുടെ പ്രതിശീർഷ ഉപഭോഗം 1983 ആവുമ്പോൾ 3-ാം സ്ഥാനത്തേക്കും 1999-2000 മുതൽ 1-ാം സ്ഥാനത്തേക്കും ഉയർന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ സർവേ, അതായത് 2022-23 ഏറ്റവും ലാർജ് സാമ്പിൾ, വലിയ സാമ്പിൾ ഉപയോഗിച്ചിട്ടുള്ള സർവേ നടന്നിരുന്നു. ആ സർവേയിലും കാണിക്കുന്നത് കേരളം 1-ാം സ്ഥാനത്ത് തുടരുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ നമ്മുടെ തനത് വരുമാനത്തിൻ്റെ ആ ഒരു ഘടന പരിശോധിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ 61% വരുന്ന തനത് വരുമാനം വരുന്നത് മദ്യം, ഭാഗ്യക്കുറി, പെട്രോൾ, മോട്ടോർ വാഹനങ്ങൾ എന്നീ 4 ഇനങ്ങളിൽ നിന്നാണ്. ഇതിൽ തന്നെ മദ്യവും ഭാഗ്യക്കുറിയുമാണ് ഏകദേശം 36% വരുന്ന തനത് വരുമാനം സംഭാവന ചെയ്യുന്നത്. ഇതിൻ്റെ ഭാരം ആരുടെ മേലാണ്? 1970-71 മദ്യവും ഭാഗ്യക്കുറിയും കൂടെ കേരളത്തിൻ്റെ തനത് വരുമാനത്തിൽ 14.77% മാത്രമേ സംഭാവന ചെയ്തിരുന്നുള്ളൂ. ഇന്നത് 36% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ സംഭവിച്ചത് ഇതാണ്. ഈ മധ്യവർഗവും സമ്പന്നരും അവരുടെ മേൽ ഉണ്ടാകുമായിരുന്ന നികുതി ഭാരം പതുക്കെ
പാവപ്പെട്ടവരുടെയും പുറംപോക്കിൽ കിടക്കുന്നവരുടെയും മേൽ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു, അവരുടെ ചുമലുകളിലേക്ക് മാറ്റി കൊടുക്കുകയായിരുന്നു. അത് സംഭവിച്ചത് നമുക്കറിയാം. ചാരായ നിരോധനമൊക്കെ വന്നതോടുകൂടി നമ്മുടെ മദ്യപാനത്തിൽ മാറ്റമുണ്ടായി. സാധാരണ ജനങ്ങൾ ഒരു 100 മില്ലി പട്ട, അതല്ലെന്നുണ്ടെങ്കിൽ പട്ട എന്നാണല്ലോ അതിന് സാധാരണ മലയാളത്തിൽ പറയുന്നത്, അതിന് വേണ്ടി ഏറി വന്നാൽ 50 രൂപ ചിലവാക്കുന്നേണ്ട സമയത്ത് ഇന്നിപ്പോൾ ഒരു ക്വാർട്ടർ വിദേശ മദ്യത്തിന് 150 രൂപ എങ്കിലും കൊടുക്കണം. അപ്പോൾ പാവപ്പെട്ടവർക്ക് ഒന്ന് മദ്യപാനം എന്ന് പറയുന്നത് ദോഷകരമാണ്, അത് നിരുത്സാഹപ്പെടുത്താനാണ് ഉയർന്ന നികുതി ചുമത്തുന്നത്. പക്ഷേ മദ്യം നമ്മുടെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അവശ്യ വസ്തുവായി മാറിയിട്ടുണ്ട് എന്ന വസ്തുത നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ നമ്മുടെ ഈ നമ്മുടെ നികുതി നയങ്ങൾ ഈ സംഗതികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവരിൽ നിന്നും പുറംപോക്കിൽ കിടക്കുന്നവരിൽ നിന്നും പരമാവധി വിഭവങ്ങൾ ഖജനാവിലെത്തിക്കാം. ഇപ്പം നമ്മുടെ ലോട്ടറിയുടെ തന്നെ ലോട്ടറിയിൽ നിന്ന് ഈ വർഷം നമ്മൾ ലക്ഷ്യമിടുന്നത് 14,000 കോടി രൂപയാണ് ബജറ്റ് എസ്റ്റിമേറ്റ്. പക്ഷേ ഈ ബജറ്റ് എസ്റ്റിമേറ്റിൽ ഈ 14,000 കോടിയിൽ എത്ര ശതമാനമാണ് നമ്മുടെ മധ്യവർഗവും സമ്പന്നരും സംഭാവന ചെയ്യുന്നത്? ഇപ്പോൾ എൻ്റെ തന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരു ലോട്ടറി ടിക്കറ്റ് പോലും എടുത്തിട്ടില്ല. ഇപ്പോൾ ഏതെങ്കിലും എൻ്റെ അടുത്ത് ലോട്ടറി ടിക്കറ്റുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ഞാൻ ഈ ലോട്ടറിയുടെ ഒരു അതിനെതിരായിട്ട് തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുക്കുകയില്ല. പക്ഷേ എൻ്റെ അടുത്ത് ഇക്കാര്യത്തിന് വേണ്ടി വരുന്നവരോട് ഞാൻ ചോദിക്കും, ഈ ലോട്ടറി ടിക്കറ്റ് കിട്ടിയാൽ എത്ര രൂപ താങ്കൾക്ക് കിട്ടും? ചിലർ പറയും എനിക്ക് ഒരു 10 രൂപ കിട്ടും. ഞാൻ പറയും ആ 10 രൂപ ഞാൻ തരാം, എനിക്ക് ലോട്ടറി ടിക്കറ്റ് വേണ്ട. ചിലരൊക്കെ ഇത് അവരെ അപമാനിക്കലാണ് എന്ന് കരുതി അങ്ങനെ വാങ്ങാത്തവരുണ്ട്. ചിലർ ടിക്കറ്റ് പോയില്ലെങ്കിലും 10 രൂപ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങുന്നവരുമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മുടെ സമൂഹത്തിൽ വിഭവ സമാഹരണം എന്ന് പറയുന്നത് എളുപ്പമല്ലാതാക്കിയത് നമ്മുടെ മുന്നണി ഭരണമാണ്. അന്യോന്യം മത്സരിച്ച് നികുതി ഇളവുകളും സൗജന്യങ്ങളും കൊടുത്ത് ഭരണത്തിലേറാനുള്ള അവരുടെ ശ്രമം, അതുമൂലം നമ്മുടെ വിഭവാടിത്തറ പതുക്കെ ചുരുങ്ങി വരികയായിരുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടി കടമെടുപ്പ് തുടങ്ങി. അപ്പം സമാഹരിക്കാൻ സമാഹരിക്കേണ്ടതായ പൊതുവിഭവങ്ങൾ സമാഹരിക്കുന്നതിന് പകരം കടമെടുത്ത് തുടങ്ങി ജനങ്ങളെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ എത്തിച്ചു. അതെന്താണ്? എങ്ങനെ പോയാലും സർക്കാർ കാര്യങ്ങൾ നടത്തും, നികുതി കൊടുത്തില്ലേലും കാര്യങ്ങൾ നടക്കും എന്നുള്ളൊരു ധാരണ വന്നതോടുകൂടി പുതിയ വിഭവ സമാഹരണത്തിന് വേണ്ടി ഇറങ്ങി ചെല്ലാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും ഒരു ധാർമ്മികമായ ഒരു മോറൽ റൈറ്റ്, അവകാശം അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതോടുകൂടി എളുപ്പവഴികളിലേക്ക് പോകുന്നു. അതാണ് നമ്മുടെ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ കിഫ്ബി എന്ന് പറയുന്നത്. കടമെടുപ്പിന്മേൽ 2003 ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് FRBM ആക്ട് വന്നതോടുകൂടി കടമെടുപ്പിന്മേൽ നിയന്ത്രണം വന്നു. അതിനെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഡോക്ടർ തോമസ് ഐസക്ക് കിഫ്ബിയെ ശക്തമാക്കി കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ കിഫ്ബിയിൽ എടുക്കുന്ന വായ്പ കൂടി സംസ്ഥാനത്തിൻ്റെ വായ്പയുടെ ഭാഗമാകുന്നതോടുകൂടി അവിടെയും തടസ്സങ്ങൾ വന്നു തുടങ്ങി. നമ്മുടെ ധനകാര്യമന്ത്രി ഒരു തരത്തിലുള്ള നികുതി നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കാത്തതിൻ്റെ പ്രധാനമായ കാരണം വർഷങ്ങളായി വളരെ കുറഞ്ഞ നികുതി ഭാരവുമായി തഴക്കം വന്ന ഒരു ജനതയോട് വിഭവ സമാഹരണത്തെക്കുറിച്ച് പറയാനുള്ള ധാർമ്മിക അവകാശം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രൊഫസർ KP കണ്ണൻ പറയുന്നത് പോലെ സ്വർണത്തിൽ വൻതോതിലുള്ള വെട്ടിപ്പുണ്ട്. അദ്ദേഹം പറയുന്ന ഈ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുക്കാനൊക്കും. പക്ഷേ അതൊന്നും നടപ്പിലാകാൻ നമ്മുടെ ഇവിടെയുള്ള വ്യവസ്ഥ സമ്മതിക്കില്ല. വ്യാപാരി വ്യവസായി സംഘടനകൾ അതിനെ ശക്തമായി എതിർക്കും. കടകൾ പരിശോധന ഈ GST വന്നതോടുകൂടി ഏറെക്കുറെ ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പുതിയ വരുമാന മാർഗങ്ങൾ
തേടുക എന്നുള്ളതാണ്. അതിന് തീർത്തും അവസരമില്ല എന്നൊരു തോന്നൽ നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ട്. അത് ശരിയല്ല എന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. സാമൂഹ്യക്ഷേമം, സാമൂഹ്യനീതി, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഈ ബജറ്റ് എന്തെങ്കിലും കാതലായ സംഭാവന നൽകുമോ? സാമൂഹിക നീതിയുടെ കാര്യത്തിൽ ഉള്ള ബജറ്റ് അലോക്കേഷൻസിനെ ഞാനത് പ്രത്യേകമായി കണ്ടില്ല. പക്ഷേ നമ്മുടെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കെയർ ഗീവർ ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയുള്ള ചില പദ്ധതികളുണ്ട്. വയോജന വകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു നിർദ്ദേശമാണത്. പക്ഷേ അവിടെയും ഒരു കാര്യമുണ്ട്. ഇതൊക്കെ ബജറ്റ് പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. അത് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വിഭവ സമാഹരണത്തിന് നിർദ്ദേശങ്ങളില്ലാത്ത സ്ഥിതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷനും ശമ്പളവും കൊടുത്തു കഴിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ DA കുടിശ്ശികയൊക്കെ കൊടുത്തു കഴിഞ്ഞ് എത്രമാത്രം വിഭവങ്ങൾ അതിന് കാണും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. യഥാർത്ഥത്തിൽ സാമൂഹ്യക്ഷേമത്തിന് വേണ്ടി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ക്ഷേമ പെൻഷൻ 1600 വർദ്ധിപ്പിച്ചത് 2021 അത് കഴിഞ്ഞ ശേഷം 4 വർഷം കഴിഞ്ഞ് 2025 നവംബറിലാണ് അത് 400 രൂപയായിട്ട് വർദ്ധിപ്പിച്ച് 2000 ആക്കിയത്. ഞാനിതിനെ സംബന്ധിച്ച് ഒരു പഠനം നടത്തി ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള പണപ്പെരുപ്പം കണക്കിലെടുക്കുകയാണെങ്കിൽ ഈ ക്ഷേമ പെൻഷൻ്റെ മൂല്യം വെറും 1638 രൂപ 5 പൈസ മാത്രമാണ്. എന്നാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2000 രൂപ വർദ്ധിപ്പിച്ചപ്പോഴും യഥാർത്ഥത്തിലുണ്ടായ വർധനവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 38 രൂപ 5 പൈസ മാത്രമാണ്. അപ്പോൾ ഈ ബജറ്റിൽ ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് യാതൊരുവിധ നിർദ്ദേശങ്ങളും ഇല്ല. പക്ഷേ പറയുമ്പോൾ എന്താണ്, സ്ത്രീകൾക്ക് സൗജന്യമായി ബസ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഭാഗമായി. അതല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ കൊടുക്കും എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. പക്ഷേ ആകമാനം സാമൂഹിക നീതിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള തുക എന്ന് പറയുന്നത് അതിൽ കാര്യമായ വർധനവില്ല. ഇത് നമ്മുടെ ധവളപത്രവും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ട്രൈബൽസ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, OBC, ന്യൂനപക്ഷങ്ങൾ എന്നിവയ്ക്കുള്ള പദ്ധതി വിഹിതം യഥാർത്ഥത്തിൽ അത് 8% നിന്ന് 3% കുറഞ്ഞു എന്നാണ് നമ്മുടെ ധവളപത്രം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ആ സ്ഥിതിയിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ വൻതോതിൽ ഉള്ള ബജറ്റ് അലോക്കേഷൻ, വകയിരുത്തലുകൾ വേണം. അതൊന്നും ഈ ബജറ്റിൽ കാണുന്നില്ല. കേരളം നേരിടുന്ന വലിയൊരു പ്രതിസന്ധി ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന, ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടക്കുന്ന അഴിമതികളാണ്. ഈ എല്ലാ പദ്ധതികളും, ബഹുഭൂരിപക്ഷം പദ്ധതികളും അഴിമതിയിൽ മുങ്ങി പാതി വഴിയിലാകുകയോ അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം നേടാതെ പോവുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ സോഷ്യൽ ഓഡിറ്റ് നടപ്പാക്കണമെന്ന് നമ്മുടെ വിജയാനന്ദിനെ പോലെയുള്ള മുൻ ചീഫ് സെക്രട്ടറിയെ പോലെയുള്ള ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടും ഗവൺമെന്റ് തലത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. ഇതിൽ എന്താണ് സാർ, ഈ അഴിമതി ഒരു പരിധി വരെയെങ്കിലും തുടച്ചു നീക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അഴിമതി തുടച്ചു നീക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ശക്തമായ നടപടികൾ എടുക്കുന്നു. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ ഒരു തരത്തിലും സംരക്ഷിക്കുന്നില്ല എന്ന് വരണം. പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു കൈക്കൂലി വാങ്ങിയ ഒരു ഉദ്യോഗസ്ഥനെ അത് പിരിച്ചുവിടുന്നതിന് സത്യത്തിൽ അയാളെ പിരിച്ചുവിടുക ചെയ്യേണ്ടത്. പക്ഷേ പിരിച്ചുവിടുന്നതിനുള്ള നടപടിക്രമങ്ങൾ വളരെ കൂടുതലാണ്. ആ നടപടിക്രമങ്ങൾ അയാളുടെ ശിക്ഷ ഒരുപക്ഷെ കുറേ ഇൻക്രിമെൻറ്റ് തടയുന്നതോ അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സസ്പെൻഷനോ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിലെ നിയമങ്ങൾ അഴിച്ചു പണിയണം, പൂർണ്ണമായും അഴിച്ചു പണിത് കൈക്കൂലി വാങ്ങി പിടിക്കപ്പെട്ടു എന്ന് തെളിഞ്ഞാൽ അയാളെ പൂർണ്ണമായിട്ടും സർവീസിൽ നിന്ന് പുറത്താക്കണം, അയാൾക്ക് പെൻഷൻ നിഷേധിക്കണം. അതുപോലുള്ള വളരെ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ ഒരു പ്രധാനമായ പ്രശ്നം നമ്മുടെ സർവീസ് സംഘടനകൾ അവരെ ഒരു പരിധിവരെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇടതും വലതുമായ സർക്കാർ ഉദ്യോഗസ്ഥരുടെ യൂണിയനുകൾ ഇത്രമാത്രം ശക്തമായിട്ടും കേരളത്തിലെ
ഈ അഴിമതി തുടച്ചു നീക്കാൻ ഒക്കുന്നില്ല എന്നുള്ളത് ഇത് നമ്മുടെ ഈ സർവീസ് സംഘടനകളുടെയൊക്കെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ മേലുള്ള ഒരു ചോദ്യം കൂടിയാണ്. ഇപ്പോൾ ഇടതുപക്ഷ സംഘടനകളൊക്കെ പറയുന്നത് എന്താണ്? അവർ പറയുന്നത് ഈ അഴിമതി തടയുക എന്ന് പറഞ്ഞ് ജീവനക്കാരുടെ കടമയല്ല, അത് സർക്കാർ ചെയ്യേണ്ടതാണ്. ഞങ്ങൾ ജീവനക്കാരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ആൾക്കാരാണ് എന്നാണ് പറയുന്നത്. സത്യത്തിൽ നമ്മുടെ ഈ യൂണിയനുകൾ ഒരു കർശന തീരുമാനമെടുക്കുകയാണ്. ഈ ജീവനക്കാർ അഴിമതി ചെയ്യുന്നവരെ ഞങ്ങളുടെ യൂണിയനിൽ അനുവദിക്കുകയില്ല, അവരുമായിട്ട് യാതൊരു വിധത്തിൽ സഹകരിക്കുകയില്ല എന്നൊരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അഴിമതി എത്രമാത്രം കുറയുമായിരുന്നു. പക്ഷേ അതല്ല സംഭവിക്കുന്നത്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരാണ് പലപ്പോഴും ഈ സർവീസ് സംഘടനകളുടെ പലവിധ ആവശ്യങ്ങൾക്കും വേണ്ടി സംഭാവന കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, അവരെ സംരക്ഷിക്കേണ്ടത് ഈ സർവീസ് സംഘടനകളുടെ കൂടെ ആവശ്യമായി മാറിയിട്ടുണ്ട്. ഞാനിതിനെ സംബന്ധിച്ച് എൻ്റെ ഒരു ആശയം, നമ്മുടെ സർക്കാർ സർവീസ് എന്ന് പറയുന്നത് 15 വർഷമായി പരിമിതപ്പെടുത്തണം എന്നൊരു ആശയം ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് 20 വയസ്സിൽ സർവീസിൽ കയറുന്നവർ 35 വയസ്സിൽ റിട്ടയർ ചെയ്യട്ടെ, അയാൾ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യട്ടെ. അതിൽ 35 വയസ്സിലും കയറാം, അവർക്ക് 50 വയസ്സ് വരെ ജോലി ചെയ്യാം. 50 വയസ്സിലും സർവീസിൽ കയറാം, 65 വയസ്സ് വരെ ജോലി ചെയ്യാം. 65 വയസ്സിൽ മുതൽ 80 വയസ്സ് വരെ ജോലി ചെയ്യുന്നവർ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്താൽ മതി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, പുതിയതായിട്ടുള്ള ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ആണ് ഇവിടെ വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഈ സർക്കാർ സർവീസിലെ ഒരു പ്രധാനമായ സംഗതി ഇതാണ്: ഒരു തരത്തിലുള്ള സ്വകാര്യ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ അവർക്ക് അവകാശമില്ല. എന്തിന് ഈ നിയമങ്ങൾ വെച്ചിരിക്കുന്നു? സർക്കാർ ഉദ്യോഗത്തോടൊപ്പം തന്നെ ഏത് സംരംഭങ്ങളിൽ ഏർപ്പെടാൻ അവരെ അനുവദിക്കണം. ഈ സർക്കാർ നിന്നുള്ള വരുമാനത്തെ മാത്രം ആശ്രയിക്കുകയും അതിൻ്റെ DA ഒന്നും സമയത്തൊന്നും കിട്ടാതാകുമ്പോൾ നമ്മുടെ കൈക്കൂലി വാങ്ങുന്നതിനുള്ള ആ ഒരു പ്രചോദനം കൂടും. അപ്പോൾ മറ്റ് നിയമവിധേയമായ മാർഗങ്ങളിലൂടെ ബിസിനസ്സിലേർപ്പെട്ട് അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ അവസരങ്ങളുണ്ടാവണം. കാരണം സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു വർഷം 365 ദിവസം ഉണ്ടെങ്കിൽ ഏറ്റവും കൂടി വന്നാൽ 280 ദിവസമായി സർക്കാർ ജോലി ചെയ്യുന്നുള്ളൂ. മറ്റ് ദിവസങ്ങളൊക്കെ അവധികളായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ മാനവശേഷിയെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ആകെ മാറിയെങ്കിൽ മാത്രമേ അഴിമതി തടയാനൊക്കെയുള്ളൂ. ഇപ്പോൾ അഴിമതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാങ്കേതികവിദ്യ അഴിമതിയെ കുറയ്ക്കുന്നത് വിവരം കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കൈക്കൂലി വാങ്ങുന്നത് പലപ്പോഴും ഗൂഗിൾ പേ വഴിയായി മാറിയിട്ടുണ്ട്. എത്രയോ വിജിലൻസ് കേസുകളിൽ ഗൂഗിൾ പേ വഴിയായിട്ട് പേയ്മെൻറ്റുകൾ കിട്ടുന്ന സ്ഥിതിയായിട്ടുണ്ട്. അപ്പോൾ അഴിമതി തടയുക എന്ന് പറയുന്നതിന് ഇന്നത്തെ സംവിധാനങ്ങൾ ഒട്ടും തന്നെ പര്യാപ്തമല്ല എന്നുള്ളതാണ് സത്യം. നാടിന്റെ നട്ടെല്ല് കർഷകനാണ് എന്ന് പറയാറുണ്ട്. കാർഷിക മേഖലയുടെ വികസനത്തിന്, പ്രത്യേകിച്ച് നെൽകർഷകരുടെ പ്രതിസന്ധിക്ക് ഈ ബജറ്റ് എന്തെങ്കിലും പരിഹാരം മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? കാർഷിക മേഖലയെ സ്പർശിക്കുന്നതായ ഒരുപാട് പ്രഖ്യാപനങ്ങളൊന്നുമില്ല. ഇപ്പോൾ റബ്ബറിൻ്റെ വില 280 രൂപയാക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷേ റബ്ബറിന് ഇപ്പോഴത്തോളം 270 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് വേണ്ടത് ഒരു 300 രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയായിരുന്നു. അപ്പോൾ വെറും കയ്യടി കിട്ടുന്നതിന് വേണ്ടി 250 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു എന്ന് മാത്രമേ അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടതുള്ളൂ. കാർഷികാധിഷ്ഠിത വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കും ആ രീതിയിലുള്ള ഒരു നീക്കങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. കർഷകരുടെ പെൻഷൻ, കർഷക പെൻഷൻ എന്ന് പറയുന്ന വലിയൊരു വാഗ്ദാനം ഇടതുമുന്നണി കുറേ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊക്കെ പരാജയപ്പെട്ടതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വലിയ മുതൽ മുടക്ക് വേണ്ടിവരും. പ്രത്യേകിച്ച് തന്നെ നമ്മുടെ കുടിയേറ്റ മേഖലകളിൽ നിന്നൊക്കെ കൃഷി നിർത്തിയ ആൾക്കാർ ഏറ്റവും അടുത്ത ചെറുപട്ടണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വന്യജീവികളുടെ ആക്രമണം, കാലാവസ്ഥാ വ്യതിയാനം മൂലം പല വിളകളിൽ നിന്നുള്ള ഉൽപ്പാദനം കുറയുന്നത്. അപ്പോൾ അങ്ങനെ കൃഷി വന്ന് ഒട്ടും തന്നെ ലാഭകരമല്ലാത്ത ഒരു സംഗതിയായി മാറിയതോടുകൂടി കൃഷിക്കാരുടെയൊക്കെ മക്കൾ
വൻതോതിൽ നഴ്സിങ്, കെയർ ഗീവിങ് ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് പരിശീലനം നേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഈ കുടിയേറ്റ മേഖലകളിലൂടെ ഒന്ന് സന്ദർശിച്ചപ്പോൾ കണ്ടത്, അവിടങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്നവർ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് അയക്കുന്ന പണം കൊണ്ടാണ്. അപ്പോൾ ഈ കാർഷിക മേഖലയെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ ഒന്നും ഈ ബജറ്റ് നമുക്ക് നൽകുന്നില്ല. കൃത്യമായ അലോക്കേഷൻസ് ആയിട്ട് പറയാനായിട്ട് എടുത്തു പറയാവുന്ന പദ്ധതികളോ ഇല്ല. കേരളത്തിന്റെ വിഭവ സമാഹരണത്തിന് പുതുവഴി വെട്ടാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ഒരു അവസ്ഥ കേരളത്തിലുണ്ടോ? അങ്ങനെ ഒരു പുതുവഴി വെട്ടാൻ ഗവൺമെന്റിന് നിർദ്ദേശം നൽകാൻ കഴിയുമോ? അത് പൊതുവേ ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് വിഭവ സമാഹരണത്തിന് കാര്യമായ മാർഗങ്ങളില്ല. GST വന്നതോടുകൂടി പല അധികാരങ്ങളും കുറഞ്ഞു പോയി എന്നുള്ള രീതിയിലുള്ള നരേറ്റീവ്സ് നമ്മുടെ സോഷ്യൽ മീഡിയയിലും ടെലിവിഷനിലൊക്കെ പലരും പറയാറുണ്ട്. GST വന്നിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഈ GST വന്നതോടുകൂടി നികുതി നിരക്കുകൾ കുറഞ്ഞു. അതുമൂലം വരുമാനത്തിലൊരു കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിന് പറ്റിയ വലിയ അക്കിടി എന്ന് പറയുന്നത് വ്യവസായങ്ങളില്ല എന്നുള്ളതാണ്. ഈ GST വന്നതോടുകൂടി സേവന മേഖലയിൽ നിന്ന് നികുതി സമാഹരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവസരം വന്നു. അതാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. GSTക്ക് മുമ്പ് സേവന മേഖലയിൽ നിന്ന് കേന്ദ്രം മാത്രമേ നികുതി പിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനും എൻ്റെ സുഹൃത്ത് ശ്രീമതി അനിതാകുമാരിയും കൂടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതിനെ സംബന്ധിച്ചൊരു പഠനം നടത്തി. അപ്പോൾ അതിൽ കണ്ടത്, ഈ GST വരുന്നതിന് മുമ്പ് കേന്ദ്രം പിരിച്ചെടുത്തിരുന്ന സേവന നികുതിയുടെ 62% വ്യാവസായികമായി പുരോഗമിച്ച ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു. അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെന്നപ്പോൾ കണ്ടത്, ഈ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ, പരസ്യം, ട്രേഡ് മാർക്കുകൾ, പേറ്റൻറ്റുകൾ, ഇൻഷുറൻസ്, ഫ്രൈറ്റ് ഫോർവേഡിങ് ഇങ്ങനെയുള്ള വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട സേവനങ്ങളിൽ നിന്നാണ് വൻതോതിൽ നമ്മുടെ ഈ സേവന നികുതി ലഭിക്കുന്നതെന്നാണ്. കേരളത്തിൻ്റെ ഓഹരി വെറും 1.3% മാത്രമായിരുന്നു. അതായത് GST വരുന്നതിന് മുമ്പ് കേരളത്തിൽ നിന്ന് പിരിച്ചിരുന്നത് ഇന്ത്യയിലാകമാനം സമാഹരിച്ചിരുന്ന സേവന നികുതിയുടെ 1.3% മാത്രമായിരുന്നു. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞു, GST വന്നാൽ കേരളത്തിന് പ്രയോജനമുണ്ടാകുകയില്ല, കേരളം രക്ഷപ്പെടാൻ ഉള്ള സാധ്യതയില്ല. പക്ഷേ ഡോക്ടർ തോമസ് ഐസക് ഞങ്ങളുടെ പഠനത്തെ പുച്ഛിച്ച് തള്ളി. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല, 20-25% വർധനമുണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ GSTയിൽ മാത്രം പ്രതീക്ഷിച്ചിരിക്കേണ്ട കാര്യമില്ല. ഈ നമ്മുടെ സംസ്ഥാനങ്ങളുടെ വിഭവ സമാഹരണം എന്ന് പറഞ്ഞാൽ മുഖ്യമായും ഇൻഡയറക്റ്റ് ടാക്സസ്, പരോക്ഷ നികുതികളാണ്. അപ്പോൾ പരോക്ഷ നികുതികളല്ലാതെ പ്രത്യക്ഷ നികുതികളിലൂടെയും നികുതിയേതര വരുമാനത്തിലൂടെയും വിഭവ സമാഹരണം നടത്താൻ അവസരങ്ങളുണ്ട്. അത് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ഞാൻ 3 ഉദാഹരണം കാണിക്കാം. നമ്മുടെ ഈ പ്രോപ്പർട്ടി ടാക്സ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഈ പക്കാ കെട്ടിടങ്ങൾ, അതായത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനം, അതായത് ജനസംഖ്യാനുപാതികമായി എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ എവിടെ പോയാലുമുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ടാക്സ്, വസ്തു നികുതി എന്ന് പറയുന്നത് പ്രയോജനപ്പെടുത്താവുന്ന ഒരു നികുതി സ്രോതസ്സാണ്. ഭരണഘടന അനുസരിച്ച് ഇത് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു നികുതി ചുമത്തൽ അധികാരമാണ്. സംസ്ഥാനങ്ങളത് നമ്മുടെ പ്രാദേശിക സർക്കാരുകൾക്ക് കൊടുത്തേക്കാണ്, പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും. ഇതിനെ സംബന്ധിച്ച് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ഒരു പഠനം കാണിക്കുന്നത്, നമ്മുടെ പ്രാദേശിക സർക്കാരുകൾക്ക് ഈ ഒരു നികുതി സ്രോതസ് കാര്യക്ഷമമായി പിരിക്കുന്നതിന് സഹജമായ പരിമിതികളുണ്ട്. അവർക്കതിനുള്ള സാങ്കേതിക വിദ്യയില്ല, അവർക്ക് അതിനുള്ള ഒരു പ്രോത്സാഹനമില്ല, ഉത്തേജനമില്ല, പ്രചോദനമില്ല. കാരണം സംസ്ഥാന സർക്കാരിൽ നിന്ന്
നമ്മുടെ പദ്ധതി വിഹിതമായിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. 20-25%. ആദ്യം ഇത് 33% എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ പ്ലാൻ ഫണ്ടിൻ്റെ 25% അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക തലത്തിൽ കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കാൻ ഉള്ള ഒരു പ്രോത്സാഹനമില്ല. ഇതിനുള്ള പരിഹാരം സംസ്ഥാന സർക്കാർ ഒരു ടാക്സ് റെൻ്റൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രാദേശിക സർക്കാരുകൾക്കുണ്ടാകുന്ന ഈ നഷ്ടം പരിഹരിച്ചു കൊടുക്കാം എന്ന ഒരു കരാറിന്മേൽ ഇവ ഏറ്റെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ GIS ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്നൊക്കെ പറയുന്ന പുതിയ സംവിധാനങ്ങൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കേരളം ഒട്ടാകെ കാര്യക്ഷമമായി നികുതി പിരിക്കുകയാണെങ്കിൽ ഇന്ന് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും സമാഹരിക്കുന്നതിനേക്കാൾ 50% കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കാനൊക്കും. അപ്പോൾ അത് ഓരോ വർഷവും പതുക്കെ ആയിട്ട് പ്രോപ്പർട്ടി ടാക്സുകൾ വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ വരുമാന സ്രോതസ്സാണ്. ഞാൻ ഉദാഹരണം പറയാം. എനിക്ക് എറണാകുളത്ത് ഒരു ഫ്ലാറ്റുണ്ട്. അതിന് 20,500 രൂപ വാടക കിട്ടുന്നതാണ്. പക്ഷേ ഒരു വർഷം ഞാൻ അടയ്ക്കുന്ന പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000 രൂപയിൽ കൂടുതൽ വരുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ഒരു മാസത്തെ വാടകയുടെ പകുതിയെങ്കിലും പ്രോപ്പർട്ടി ടാക്സ് ആയിട്ട് കൊടുക്കണം എന്ന് ഉള്ളൊരു നിയമം ഉണ്ടായി കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനിത് കൊടുക്കുമായിരുന്നു. കേരളത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ കാര്യം, നമ്മുടെ ഈ സർവീസ് പെൻഷനേഴ്സും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലെത്തുന്ന പണത്തിൻ്റെ ഒരു കുറഞ്ഞ ഭാഗം മാത്രമേ വിപണിയിലെത്തുന്നുള്ളൂ. അതൊക്കെ മിച്ചമായി പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ വൻതോതിൽ പെൻഷൻകാരും ഒക്കെയുള്ള ഒരു സമൂഹത്തിൽ അവരിൽ നിന്ന് കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് ഈ ഇൻഡയറക്റ്റ് ടാക്സ് കൊണ്ട് കഴിയുകയില്ല. കാരണം അവർ മദ്യപിക്കുകയോ ലോട്ടറി എടുക്കുകയോ ആഡംബര സാധനങ്ങൾ വാങ്ങുകയോ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അവരിൽ നിന്ന് കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗമാണ് വസ്തുനികുതി. മറ്റൊരു പ്രധാന സോഴ്സ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ ഫീസുകളാണ്. ഞാനിത് കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ നമ്മുടെ റവന്യൂ ചെലവ് ഏകദേശം 52,000 കോടിയോളം വരും. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ പറയാം 52,000 കോടിയാണ്. പക്ഷേ അതിൽ നിന്ന് ഫീസുകളായിട്ട് പിരിക്കുന്നത് ഒരു 800 കോടി 900 കോടി മാത്രമാണ്. ഈ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ ഏത് ഫീസ് വർധനവും കേരളത്തിലെ ദരിദ്രരെ ഗുരുതരമായി ബാധിക്കും. അവർക്ക് നിലവിലുള്ള ചെറിയ ഫീസിലാണ് കൂലിപ്പണിക്കാരായ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ മേഖലയിലെ ഫീസ് വർധനവ് അവർക്ക് തിരിച്ചടിയാവില്ലേ? യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ കടമ ഏറ്റവും പാവപ്പെട്ടവരും പുറമ്പോക്കിൽ കിടക്കുന്നവരുമായവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഈ സബ്സിഡികൾ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതിന് പകരമായിട്ട് സബ്സിഡികൾ അർഹരായവർക്ക് വേണ്ടി മാത്രമായി പരിമിതപ്പെടുത്തുകയും ബാക്കിയുള്ളവരിൽ നിന്ന് ഫീസുകൾ ഈടാക്കുകയുമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ മെഡിക്കൽ കോളേജിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നു. ബ്രില്യൻ്റ് പോലെയുള്ള കോച്ചിങ് സെൻറ്ററുകളിലൊക്കെ അവർ ഒരുപക്ഷെ ലക്ഷങ്ങൾ തന്നെ ചിലവാക്കിയാണ് കോച്ചിങ് കഴിഞ്ഞ് അവർക്ക് അഡ്മിഷൻ കിട്ടുന്നു, മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്നു. പക്ഷേ അവർക്ക് ഫീസ് 75,000 രൂപ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് സെൽഫ് ഫൈനാൻസിങ്ങിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി 7 ലക്ഷവും 8 ലക്ഷം രൂപയാണ് ഫീസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വേണ്ടത് നമ്മുടെ പാവപ്പെട്ടവരായ വിദ്യാർത്ഥികൾ അവർ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ പഠിക്കുന്നതിനുണ്ട് അവർക്ക് കുറഞ്ഞ ഫീസും ഈ ഉയർന്ന വരുമാനമുള്ളവർ ഒരു മാസം മൊബൈൽ ഫോണിന് വേണ്ടി 500 രൂപയെങ്കിലും ചിലവാക്കാത്ത വിദ്യാർത്ഥികൾ കേരളത്തിലുണ്ടാകുകയില്ല. പക്ഷേ നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ അവർ ഒരു വർഷം ആകെ കൊടുക്കുന്ന ഫീസ് 1,500 രൂപയൊക്കെയാണ്. അപ്പോൾ ഈ സ്ഥിതി മാറണം. ഈ സബ്സിഡികൾ ഏറ്റവും അർഹരായ അവർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തേണ്ടതായ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ
ഏകദേശം 52,000 കോടി രൂപ ചിലവാക്കുമ്പോൾ 900 കോടിക്ക് അടുത്താണ് വരുമാനമായി കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ 5 വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ 5 വർഷം ശരാശരി റവന്യൂ ചെലവിൻ്റെ 1.37% സംസ്ഥാനം ഫീസുകളായിട്ട് പിരിച്ചിരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ ചിലവാക്കുമ്പോൾ 1 രൂപ 37 പൈസയാണ് സംസ്ഥാനത്തിൽ കിട്ടുന്നത്. നേരെ മറിച്ച് തമിഴ്നാട്ടിൽ കഴിഞ്ഞ 5 വർഷം ശരാശരി 5.51 രൂപ പിരിച്ചു. അതായത് 100 രൂപ അവിടെ ചിലവാക്കുമ്പോൾ 5 രൂപ 51 പൈസ പിരിച്ചു. അപ്പോൾ ഇവിടെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ജനപ്രിയതയ്ക്ക് വേണ്ടി മത്സരിച്ച നമ്മുടെ ഈ മുന്നണി ഭരണമാണ് ഇവിടെ പ്രശ്നമായിട്ടുള്ളത്. 1972-73 5.55% ആയിരുന്നതാണ് ഇന്ന് കുറഞ്ഞ് 1.37% കുറഞ്ഞത് എന്നോർക്കണം. അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലൊക്കെ സൗകര്യങ്ങളില്ല എന്ന് നമ്മൾ വലിയ പരാതികളുണ്ട്. പക്ഷേ അവിടെ ഒരു പേവാർഡുകളിലൊന്ന് നിരക്കൊന്ന് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, സ്കാനിങ്ങിൻ്റെ നിരക്കൊന്ന് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ എതിർപ്പുകളാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഈ സൗകര്യങ്ങളൊക്കെ പലപ്പോഴും പലവിധ മാർഗങ്ങളിലൂടെ നമ്മുടെ മധ്യവർഗവും സമ്പന്നരുമാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ സ്കാനിങ് ഉണ്ടെങ്കിൽ അവിടെ പോയി സ്കാൻ ചെയ്യും. മെഡിക്കൽ കോളേജിലെ സ്കാൻ മെഷീൻ കേടാണെങ്കിൽ സ്വകാര്യ മേഖലയിൽ പോയി അത് ചെയ്യും. അതിന് പകരമായിട്ട് സ്കാനിങ്ങിന് ഉള്ളത് ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് പരിമിതപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പരിഹരിച്ചു. ഇത് തന്നെയാണ് നമ്മുടെ ഈ ആരോഗ്യ മേഖലയിലെ എക്സ്റേ, അതുപോലെയുള്ള ചെറിയ ചെറിയ പരിശോധനകൾ, ഈ സൗകര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ മെഡിക്കൽ കോളേജിലും ആശുപത്രികളിലും ഉണ്ട്. പലപ്പോഴും അവയെ നന്നാക്കിയെടുക്കുന്നതിന് പോലുമുള്ള വിഭവങ്ങൾ സമാഹരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ എല്ലാം സൗജന്യമായി കൊടുക്കുന്നു എന്ന് അഭിമാനിക്കുകയും അതേസമയം തന്നെ ഈ സേവനങ്ങളൊക്കെ പാവപ്പെട്ടവരും പുറമ്പോക്കിൽ കിടക്കുന്നവരും സ്വകാര്യ ആശുപത്രികളിൽ പോയി ചെയ്യേണ്ടതായ ഒരു സ്ഥിതിയുമുണ്ട്. ഒന്നോർത്ത് നോക്കിയാൽ പരിഹാസ്യമായി തോന്നും. ഈ ബജറ്റിൽ പുതിയ 2 മെഡിക്കൽ കോളേജ് ആരംഭിക്കാനുള്ള നിർദ്ദേശമുണ്ട്. നേരെ മറിച്ച് നിലവിലുള്ള മെഡിക്കൽ കോളേജുകളെ മെച്ചപ്പെടുത്തുക എന്നുള്ളതല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്. അത് അല്ല നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ മുൻഗണന. സാർ നേരത്തെ വസ്തുനികുതിയെ കുറിച്ച് പറഞ്ഞു. കേരളത്തിൽ ഒരു 2000 സ്ക്വയർ ഫീറ്റ് എങ്കിലും മിനിമം വീട് വെക്കുന്ന ആളുകളാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 2010 നടത്തിയ സർവേ അനുസരിച്ച് 1 കോടി കുടുംബങ്ങൾക്ക് 1.25 കോടി വീട് കഴിഞ്ഞു എന്നാണ് കേരളത്തിൽ. അതിലും എത്രയോ കോടിയായി കാണാം ഇപ്പോഴത്തെ വീടുകൾ. അതേസമയം കിടന്നുറങ്ങാൻ സ്ഥലമില്ലാത്ത, ഒരു മുറി പോലും ഇല്ലാത്ത ആളുകളുമുണ്ട്. പക്ഷേ ഈ വസ്തുനികുതി കൂട്ടിയാൽ വലിയ പ്രതിഷേധം കേരളത്തിൽ ഉണ്ടാവില്ലേ? വസ്തുനികുതി കൂട്ടിക്കഴിഞ്ഞാൽ അതിനെതിരായിട്ട് ഭയങ്കരമായ പ്രതിഷേധമുണ്ടാകും. കാരണം നമ്മുടെ മധ്യവർഗവും സമ്പന്നരും അവർ വളരെ സംഘടിതരാണ്. നമ്മുടെ മീഡിയയും ഒക്കെ അവരുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ അവർ പറഞ്ഞു വരും, പെൻഷൻകാരും വരുമാനമില്ലാത്തവരെയൊക്കെ ചൂഷണം ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന്. പക്ഷേ നമ്മുടെ ശരാശരി പെൻഷൻ എന്ന് പറഞ്ഞാൽ 40,000 രൂപ അടുത്താണ് വന്നിരിക്കുന്നത്. 1,00,000 രൂപയോളമാണ് നമ്മുടെ കോളേജ് അധ്യാപകരായ സുഹൃത്തുക്കളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ ആൾക്കാർ തന്നെ സർക്കാരിനെതിരായിട്ട് തിരിയും. അപ്പോൾ ഇവിടെ വേണ്ടത് വളരെ ആഴത്തിലുള്ള ബോധവൽക്കരണമാണ്. ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ എങ്ങനെ ശരിയായ രീതിയിൽ വസ്തുനികുതി ചുമത്താത്തത് മൂലം കേരളത്തിൻ്റെ ഈ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ മോശമായിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ ഇത്രമാത്രം കെട്ടിടങ്ങൾ ഉണ്ടാകുകയും പല കെട്ടിടങ്ങളും ഫ്ലാറ്റുകൾ പോലെയുള്ളവ വെറും പൂട്ടിയിട്ട് പോകുകയും ചെയ്യുന്നതിനുള്ള ഒരു ഉത്തേജനമെന്ന് പറയുന്നത് കുറഞ്ഞ പ്രോപ്പർട്ടി ടാക്സാണ്. നമ്മുടെ ഈ പ്രളയകാലത്ത് ശ്രീ PH കുര്യൻ IAS അദ്ദേഹം പറയുകയുണ്ടായി, യഥാർത്ഥത്തിൽ ഒരു ഉയർന്ന പ്രോപ്പർട്ടി ടാക്സ് ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ കേരളത്തിൽ ഇത്രമാത്രം
കെട്ടിടങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല, ഇത്രമാത്രം പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. ഈ കുറഞ്ഞ ഒരു പ്രോപ്പർട്ടി ടാക്സ് ഉള്ളപ്പോൾ ഉള്ള സേവിങ്സ് മുഴുവൻ കെട്ടിടങ്ങളിൽ നിക്ഷേപിക്കുകയും അങ്ങനെ വാടക ഇനത്തിലോ വേറെ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ വില വർദ്ധിക്കുന്നത് മൂലം വരുമാനം വർദ്ധിക്കും എന്ന കണക്കുകൂട്ടലിലാണ് പലപ്പോഴും ഈ ഫ്ലാറ്റുകളും കെട്ടിടങ്ങളും പണിത് കൂട്ടുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വന്നു ഭവിച്ചിട്ട് ഈ കെട്ടിടങ്ങൾക്കൊന്നും വാടകക്കാരെ കിട്ടാതെ വിൽക്കാനൊക്കാതെ വലിയ പ്രതിസന്ധിയിലായിട്ടുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ തെറ്റായ സർക്കാർ നയങ്ങൾ എങ്ങനെയാണ് ഒരു സമൂഹത്തെ പ്രതിസന്ധിയിൽ എത്തിക്കും എന്നതിൻ്റെ ഉദാഹരണം കൂടെയാണ് കുറഞ്ഞ വസ്തുനികുതിയുടെ ഏർപ്പെടുത്തൽ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ് ഇലക്ട്രിസിറ്റിയുടെ ഡ്യൂട്ടി, വൈദ്യുതി തീരുവ. ഇത് കേന്ദ്ര നിയമപ്രകാരമുള്ള ഒരു തീരുവയാണ്. ഇത് സംസ്ഥാനങ്ങൾക്ക് പിരിക്കാം, അതിൻ്റെ വരുമാനം ഉപയോഗിക്കുകയും ചെയ്യാം. ഈ വൈദ്യുതി തീരുവ ഉയർന്ന നിരക്കിൽ, കുറേ കൂടെ ഉയർന്ന നിരക്കിൽ ചുമത്തുകയാണെങ്കിൽ കേരളത്തിന് രണ്ട് പ്രയോജനമുണ്ട്. നമ്മുടെ മധ്യവർഗത്തിൽ നിന്നും സമ്പന്നരിൽ നിന്നും കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കാം. 3-4 എയർ കണ്ടീഷണറും ഒക്കെയുള്ള വീടുകൾ ധാരാളമുണ്ട്. അവിടെയൊക്കെ ഉയർന്ന ഇലക്ട്രിസിറ്റി ചാർജ് വരികയാണെങ്കിൽ അവർ ഇത്രമാത്രം AC ഉപയോഗിക്കുന്നതും AC തന്നെ വെക്കുന്നത് പോലും ഒരുപക്ഷെ കുറഞ്ഞു പോകും. അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ കാർബൺ ന്യൂട്രൽ ആയിട്ടുള്ള പോളിസികളുടെ ഒരു കാലഘട്ടമാണല്ലോ. അതും നമ്മുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് കൂടുതൽ സഹായം ചെയ്യുന്നൊരു കാര്യമാണ്. മാത്രമല്ല ഇലക്ട്രിസിറ്റിയുടെ ദുരുപയോഗം കാര്യമായി കുറയ്ക്കുകയും ചെയ്യാനൊക്കും. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെ ഈ പരോക്ഷ നികുതികൾ മാത്രമല്ല, പ്രത്യക്ഷ നികുതികളിലൂടെയും സർക്കാർ സേവനങ്ങളുടെ യുക്തിസഹമായ ഫീസ് ചുമത്തലിലൂടെയും വരുമാനം കണ്ടെത്താനുള്ള മാർഗങ്ങളുണ്ട്. അവയൊന്നും പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പൊതുബോധം കേരളത്തിൽ രൂപപ്പെട്ടിട്ടില്ല എന്നതാണ്. കുഞ്ഞാമൻ സാർ, ഡോക്ടർ എം കുഞ്ഞാമൻ നിരവധി അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പണക്കാരെ കാണുമ്പോൾ കേരളത്തിലെ നിയമങ്ങൾ വഴിമാറുന്നു എന്നാണ്. ഇപ്പോഴത്തെ ബഡ്ജറ്റ് നമ്മൾ വായിക്കുമ്പോഴും അങ്ങനെ അനുഭവപ്പെടുന്നില്ലേ എന്നൊരു ചോദ്യമാണ്. കാരണം നമ്മുടെ ഭൂമിയെ കുറിച്ച് അല്ലെങ്കിൽ വിദേശ തോട്ടം ഭൂമി ഏറ്റെടുക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് നിവേദിത പീഹരൻ മുതൽ രാജമാണിക്യം വരെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കേരളത്തിന്റെ സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. UDF പ്രകടന പത്രികയിൽ വിദേശ തോട്ടം ഭൂമി നിയമനിർമ്മാണത്തിലൂടെ ഏറ്റെടുക്കാം എന്ന് വാഗ്ദാനവും നൽകി. പക്ഷെ ഇപ്പൊ ബഡ്ജറ്റ് വരുമ്പോൾ നമ്മൾ കാണുന്നത് പണക്കാർക്ക് വേണ്ടിയുള്ള ഭൂപരിഷ്കരണ ഭേദഗതിയാണ്. ഇതിൽ സാറിന്റെ അഭിപ്രായം എന്താണ്? സുനിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ പൊതുബോധം നമ്മുടെ സർക്കാർ ആകെ പാവപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കുന്നു, അവരുടെ സർക്കാരുകളാണ്, ഇടതാണെന്നുണ്ടെങ്കിലും വലതാണെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് എന്നൊരു വലിയ പൊതുബോധം നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ സത്യം അതല്ല. 2022-23 നടന്ന ഉപഭോഗ സർവേ, അത് 2011-12 നടന്ന ഉപഭോഗ സർവേ കഴിഞ്ഞിട്ടുള്ള അടുത്ത സർവേ 2022-23 നടന്നത്. ഈ രണ്ട് സർവേകളും കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ ഏറ്റവും വേഗം അസമത്വം വർദ്ധിക്കുന്ന സംസ്ഥാനം കേരളം ആണെന്നുള്ളതാണ്. അതായത് ദേശീയ സാമ്പിൾ സർവേയുടെ ആധികാരികമായ കണക്കുകളാണ് പറയുന്നത്. ശരിയാണ്, നമ്മുടെ പാവപ്പെട്ടവരുടെ സ്ഥിതി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചമാണ്. പക്ഷേ നമ്മുടെ പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള ഈ വിടവ് വർദ്ധിച്ചു വരുന്നു. അതിൻ്റെ ഒരു പ്രധാനമായ കാരണം നമ്മുടെ പൊതുവിഭവ സമാഹരണവും അതിൻ്റെ പ്രയോജനവും തമ്മിലുള്ള വ്യത്യാസമാണ്. കൂടുതൽ പൊതുവിഭവങ്ങൾ സമാഹരിച്ച് പാവപ്പെട്ടവർക്കും പുറമ്പോക്കിൽ കിടക്കുന്നവർക്കും കൂടുതൽ സഹായം എത്തിക്കുന്നതിന് പകരം സർക്കാർ ഉദ്യോഗസ്ഥരും എയ്ഡഡ് കോളേജുകളിലും സ്കൂളുകളിലും ജോലി ചെയ്യുന്ന അധ്യാപകരും അനധ്യാപകരുമായ വിഭാഗത്തിന് ശമ്പളവും പെൻഷനും കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ രീതിയിൽ അസമത്വം വർദ്ധിക്കുന്നത്. അപ്പോൾ സുനിൽ പറഞ്ഞതുപോലുള്ള
ഈ ഈ ലാൻഡ് റിഫോംസ് അടക്കമുള്ള സംഗതികൾ പണക്കാരെ കൂടുതൽ പണക്കാരാക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. പക്ഷേ നമ്മുടെ സതീശൻ ധനകാര്യമന്ത്രി സതീശൻ്റെ ഭാവം ഇതാണ്, അല്ല അവരെല്ലാം വികസനം വൻതോതിൽ കൊണ്ടുവരും, അങ്ങനെ വികസനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ നികുതി വരുമാനം വർദ്ധിക്കും, ആ നികുതി വരുമാനം ഉപയോഗിച്ച് നമ്മുടെ അസമത്വമൊക്കെ കുറയ്ക്കാം എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഈ ട്രിക്കിൾ ഡൗൺ എക്കോണമി എന്ന് പറയുന്ന നമ്മുടെ മുതലാളിത്ത വ്യവസ്ഥയുടെ തത്വശാസ്ത്രമാണിത്. കിനിഞ്ഞിറങ്ങും, മുകൾ ഭാഗം വികസിക്കട്ടെ, കുറേ പേർ പണക്കാരാകട്ടെ, അവരുണ്ടാക്കുന്ന തൊഴിലും വരുമാനവും ഒക്കെ മൂലം സമൂഹത്തിലേക്ക് അതിൻ്റെ പ്രയോജനം പതുക്കെ പതുക്കെ കിനിഞ്ഞിറങ്ങും. ഇതാണ് ട്രിക്കിൾ ഡൗൺ ഇക്കോണമി എന്ന് പറയുന്നത്. പക്ഷേ ലോകമാസകലം ഈ ഒരു തിയറി നിരസ്കരിക്കപ്പെട്ടതാണ്. കാരണം നമ്മുടെ വികസിത രാജ്യങ്ങളുടെ അനുഭവം എടുക്കുകയാണെങ്കിൽ അവിടങ്ങളിലൊക്കെ ഉയർന്ന തോതിൽ നികുതികൾ ചുമത്തി നമ്മുടെ നോർഡിക് രാജ്യങ്ങൾ സ്വീഡൻ, നോർവേ, ഡെൻമാർക്ക് എന്നിവിടങ്ങളിൽ ദേശീയ വരുമാനത്തിൻ്റെ 40% നികുതിയായി പിരിക്കുന്നത്. OECD കൺട്രികളിൽ എടുക്കുകയാണെങ്കിൽ അത് 35-നും 40-നും ഇടയിലാണ്. അപ്പോൾ ആ രീതിയിൽ പൊതുവിഭവങ്ങൾ സമാഹരിച്ച് സാധാരണ ജനങ്ങൾക്ക് പെൻഷൻ അടക്കമുള്ള സോഷ്യൽ സെക്യൂരിറ്റികൾ നൽകിയാണ് ഈ രാജ്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ ഇന്ത്യയിലെ ടാക്സ് GDP റേഷ്യോ 16.9% മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ദേശീയ വരുമാനം നമ്മുടെ GDPയിൽ നമ്മൾ 5ാം സ്ഥാനത്താണ് എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം പ്രതിശീർഷ വരുമാനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ബംഗ്ലാദേശിൻ്റെ മുകളിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ ലോകരാജ്യങ്ങളുടെ എടുക്കുകയാണെങ്കിൽ ഒരു 130ാമത്തെ സ്ഥാനമേ നമ്മുടെ പ്രതിശീർഷ വരുമാനത്തിൽ കേരളത്തിലുള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെ സമ്പത്ത് ഉണ്ടാകാത്തതല്ല, ഈ സമ്പത്ത് വിതരണത്തിലേക്ക് മാറുന്നില്ല. ആ വിതരണത്തിലേക്ക് മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ നികുതി വ്യവസ്ഥയാണ് ഇതിലെ ഉപകരണം, അത് ഉപയോഗിക്കുന്നില്ല. ശ്രീ VD സതീശൻ്റെ പുതിയ ബജറ്റും ഈ ട്രിക്കിൾ ഡൗൺ ഇക്കോണമി എന്ന തത്വശാസ്ത്രം, ലോകം തള്ളിക്കളഞ്ഞ തത്വശാസ്ത്രം ആണ് ഉയർത്തിപ്പിടിക്കുന്നത്. അദ്ദേഹം സ്വകാര്യ മൂലധനം വൻതോതിൽ ആകർഷിക്കാനുള്ള നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കേരളം വലിയ പ്രതീക്ഷയോടെ കണ്ട ബഡ്ജറ്റ്, UDFന്റെ ബഡ്ജറ്റ് അത്ര വലിയ പ്രതീക്ഷയൊന്നും നൽകുന്നില്ല എന്നാണ് പൊതുവിലയിരുത്തൽ ഉണ്ടാകുന്നത്. കേരളത്തിന്റെ കടം അല്ലെങ്കിൽ കേരളം നേരിടുന്ന ധനകാര്യ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ഈ ബഡ്ജറ്റിലൂടെ കഴിഞ്ഞിട്ടില്ല. കേരളത്തിന്റെ തൊഴിലില്ലായ്മ, കേരളത്തിന്റെ കാർഷിക മേഖല, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല, ഇതേ ഒന്നും നവീകരിക്കാനോ പുതിയ പാത തുറക്കാനോ ഈ ബഡ്ജറ്റിന് കഴിയുന്നില്ല എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അതേസമയം അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയുണ്ട്, മുഖ്യമന്ത്രിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾക്ക് ഉയരാൻ കഴിയുമോ എന്ന് നമുക്ക് പിന്നീട് പരിശോധിക്കാം. മതി.